നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരുന്ന് ഭരിക്കുന്ന ബഹുമാന്യനായ സഖാവ് മിസ്റ്റർ പിണറായി വിജയൻ, താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് ജനങ്ങൾ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ സർക്കാർ ഭൂമിയിൽ സ്വർഗം തീർത്ത സർക്കാരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വീണ്ടും 3.0 ആവർത്തിച്ച് അധികാരത്തിൽ വരുവാൻ വേണ്ടി പിണറായി വിജയൻ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഓടി നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. താങ്കളുടെ നേർക്ക് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും വെച്ചുകൊണ്ട് മിസ്റ്റർ പിണറായി വിജയൻ എന്ന് കൈവിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ നയവൈകല്യങ്ങളെ ചോദ്യം ചെയ്ത ചെറുപ്പക്കാരനായ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹം ഒന്നൊന്നായി പൊളിഞ്ഞു നീങ്ങി കോടതികൾ ഒന്നൊന്നായി പൊളിച്ചടക്കി. പരസ്പരം ഉഭയസമ്മത പ്രകാരം നടന്ന 1.5 വർഷങ്ങൾക്ക് മുൻപ് അതിനു മുൻപോ നടന്ന ചില ലൈംഗിക ബന്ധങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ആ ലൈംഗിക ബന്ധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പങ്കാളികളായ ചില സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഓൺലൈനായി പരാതി കൊടുപ്പിച്ചു. ഒരു പരാതി KPCC പ്രസിഡന്റിന് കൊടുപ്പിച്ചു, ബാക്കി 2 ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിക്ക് കൊടുപ്പിച്ചു. മുഖ്യമന്ത്രി അത് പോലീസിന് കൈമാറുന്നു, KPCC പ്രസിഡന്റ് അത് പോലീസിന് കൈമാറുന്നു. അങ്ങനെ രായ്ക്ക് രായ്മാനം രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന MLA താമസിക്കുന്ന പാലക്കാട് ഹോട്ടലിൽ അർദ്ധരാത്രിക്ക് ശേഷം പോലീസ് ഇരച്ചു കയറുന്നു. ഭീകരന്മാരെ, രാജ്യദ്രോഹികളായ കൊടും കുറ്റവാളികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരുചെവി അറിയാതെ, അദ്ദേഹത്തിന്റെ സഹായി പോലും അറിയാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയായിരുന്നു. പരസ്പരം ഉഭയസമ്മത പ്രകാരം നടക്കുന്ന ഇത്തരം കേസുകളിൽ റേപ്പ് കുറ്റം ആരോപിക്കാൻ സാധിക്കില്ല എന്നാണ് ബഹുമാന്യനായ ജഡ്ജിസ് കൗസർ എടപ്പക്കത്തും ഇത് തന്നെയാണ് സുപ്രീം കോടതിയിലും ഉണ്ടായ പരാമർശങ്ങൾ. അതോടുകൂടി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിക്ക് ചെകിട്ടത്ത് അടി കിട്ടിയതുപോലെയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും തുടർന്നുണ്ടാക്കിയ വിവാദങ്ങളും. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെട്ടിച്ചമച്ച ഈ കേസ് നിലനിൽക്കണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചില ആവശ്യങ്ങളാണ്. അല്ലെങ്കിൽ പൊതുജനത്തിന്റെ മുന്നിൽ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ മുഖ്യമന്ത്രി ഉടുമുണ്ടുരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഉണ്ടാകും. അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ജനങ്ങളോട് ഒരു മറുപടി പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കൗബീനം മാത്രം ഉടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നാണം കെട്ട് നാറി നിൽക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ചില പോലീസുകാരെ സ്വാധീനിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ സത്യസന്ധരായ ചില പോലീസുകാർ അതിന് തുനിഞ്ഞില്ല. കാരണം ഈ കേസ് കോടതിയിൽ നിയമപരമായി നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചില പോലീസുകാർ അതിന് തടസ്സം നിൽക്കുകയായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ പോലീസിലെ മേലാളന്മാരുടെ ഉത്തരവ് പാലിക്കാതിരുന്ന ചില പോലീസുകാരുണ്ടായിരുന്നു. എന്നാൽ പിണറായിയുടെ കുഴലൂത്തുകാരായ ചില പോലീസുകാർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് അകത്തിടണം എന്നുള്ള വാശിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ത്രീ പീഡന കേസിൽ, അതായത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും നിലനിൽക്കാത്ത കേസുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ രായ്ക്ക് രായ്മാനം അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ വേണ്ടി ശ്രമിച്ചത്. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയന്റെ ഒത്താശയ്ക്ക് നിൽക്കാത്ത തിരുവല്ല DYSPയെ രാഹുൽ മാങ്കൂട്ടത്തിന് മതിയായ സുരക്ഷ നൽകിയില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എത്ര വിചിത്രമായ രീതിയാണ് ഇത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണഗതിയിൽ MLAക്കെതിരെ ഒരു കേസ് ഉണ്ടാകുകയാണെങ്കിൽ കോൺട്രവേഴ്സിയായ ഒരു കേസ് ഉണ്ടാവുകയാണെങ്കിൽ MLAയുമായി തെളിവെടുപ്പ് നടത്തേണ്ടതായി വരികയാണെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും, പ്രത്യേകിച്ച് റേപ്പ് പോലുള്ള കേസാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടനകളിൽ നിന്നും പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധത്തിൽ ഒരുപക്ഷെ കുറ്റം ആരോപിക്കപ്പെട്ട MLAയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ ആക്രമണം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ആ MLAക്ക് പോലീസ് സുരക്ഷ കൊടുക്കേണ്ടത്, പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അതാത് ജില്ലകളിലെ പോലീസ് SP മാരാണ് എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾക്ക് അറിയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് മതിയായ സുരക്ഷ നൽകാത്തതിന്റെ പേരിലാണ് തിരുവല്ല DYSPയെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തെങ്കിൽ ആദ്യം നിങ്ങൾ സസ്പെൻഡ് ചെയ്യേണ്ടത് പത്തനംതിട്ട SPയെ തന്നെയായിരുന്നില്ലേ? SPക്കാണല്ലോ ഇത്തരം അന്വേഷണങ്ങൾ നടക്കുമ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന പ്രതിക്ക് അല്ലെങ്കിൽ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ചുമതല അതാത് ജില്ലകളിലെ പോലീസ് SPക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് DYSPയെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ റേപ്പ് കേസിന്റെ അന്വേഷണ ചുമതല ഒരു കാരണവശാലും തിരുവല്ല DYSPക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കെട്ടിച്ചമച്ച കേസ് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള തെളിവുണ്ടാക്കുവാൻ വേണ്ടി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും, പിണറായി വിജയന്റെ കുഴലൂത്തുകാരായ വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഈ DYSPക്ക് മേലെ സമ്മർദ്ദം ഉണ്ടായപ്പോൾ എനിക്കതിന് പറ്റില്ല, എനിക്ക് പെൻഷൻ വാങ്ങിക്കണം, എനിക്ക് കുടുംബമുണ്ട് എന്ന് നിലപാടെടുത്തതിന്റെ പേരിലാകാം ഈ DYSPയെ പിണറായി വിജയൻ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കോടതിയിൽ നിലനിൽക്കാത്ത ഇത്തരം ഒരു റേപ്പ് കേസുമായി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് എന്തടിസ്ഥാനത്തിലാണ് പ്രതിനിധിയെ ഇതുപോലെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുമ്പോൾ കെട്ടിച്ചമച്ച കേസാണെങ്കിൽ തീർച്ചയായും ഇവർക്ക് പെൻഷൻ വാങ്ങിക്കാൻ സാധിക്കില്ല, കോടതി ഇക്കാര്യത്തിൽ ഇടപെടും എന്ന് മനസ്സിലാക്കിയ നിയമ അവബോധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിന് കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ കൂട്ടുനിന്നില്ല. ഇതാണ് പിണറായി വിജയനെ തൊടിപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിലെ മേലാളന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തിരുവല്ല DYSPയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ
മതിയായ സുരക്ഷ നൽകിയില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മറ്റൊരു തന്ത്രമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും ജയിൽവാസവും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതുമെല്ലാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം. ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന് ഇതിന് സമാധാനം ബോധിപ്പിക്കേണ്ടതായി വരും. ചുരുങ്ങിയ പക്ഷം പ്രചരണ പരിപാടികളിലെങ്കിലും ഇത്തരം ഒരു വിശദീകരണം നൽകേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റേപ്പ് കേസിൽ മതിയായ തെളിവുണ്ടായതുകൊണ്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു ഭാഷ്യം ഉണ്ടാക്കുവാൻ വേണ്ടി, അത്തരം ഒരു നറേഷൻ സൃഷ്ടിക്കുവാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ അതിന് വഴങ്ങാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥർ സേനയിലുണ്ട്. നിയമവും നീതിയും നടപ്പാക്കണം എന്ന് ആഗ്രഹമുള്ളവർ, തങ്ങൾക്ക് പെൻഷൻ വാങ്ങിച്ച് കഴിഞ്ഞുകൂടണം എന്ന ആഗ്രഹമുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്. അവർ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചൊൽപ്പടിക്ക് നിന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരുവല്ല ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പിണറായി വിജയനെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഇനിയും ചില കച്ചിത്തുരുമ്പുകൾ തേടിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് ഇപ്പോഴും സമൂഹ മധ്യത്തിൽ സജീവമായി നിലനിർത്തിക്കൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി വിട്ടുപോയ നാണക്കേടിൽ നിന്നും പിണറായി വിജയൻ ഒറ്റപ്പെടുന്നു എന്നുള്ള ആ ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അത്തരം വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വീണ്ടും എടുത്തുകൊണ്ടുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് മതിയായ സുരക്ഷ നൽകിയില്ല എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവല്ല ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആംഡ് പോലീസിന്റെ സുരക്ഷ MLAക്ക് ഒരുക്കേണ്ട SP-യെ സസ്പെൻഡ് ചെയ്യാതെ പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും മറുപടി നൽകേണ്ടതായി വരും. എന്തായാലും തിരുവല്ല ഡിവൈഎസ്പിക്കെതിരെ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് DGP. എന്തായിരിക്കും ഇനിയും ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.